നമസ്കാരം. ഒരു 40-50 വയസ്സിന് ശേഷം ശരീരത്തിലെ സന്ധികളിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള വേദനയൊക്കെ തന്നെ സർവ്വസാധാരണമാണ്. എന്നാൽ നമുക്ക് കാലിൻ്റെ പെരുവിരലിൽ ഒരു മിന്നലേൽക്കുന്നത് പോലുള്ള ഒരു വേദന ഇടയ്ക്ക് വന്ന് പിന്നീടത് നിത്യ സന്ദർശകരായിട്ട് മാറുകയും കുറച്ച് നാളുകൾ വെയിറ്റ് ചെയ്താൽ ആ ജോയിൻറ്റുകളിലൊക്കെ തന്നെ നല്ല റെഡിഷ് കളറ് കാണുകയും അവിടെ നീര് വെച്ചതുപോലെയും അസഹ്യമായിട്ടുള്ള വേദനയും ആ വേദന തന്നെ നമ്മുടെ മറ്റുള്ള വിരലുകളിലേക്കും കൂടെ വ്യാപിച്ച് പിന്നീട് ഉപ്പൂറ്റിയിലേക്കും കൂടെ വ്യാപിച്ചു കഴിഞ്ഞാൽ ആ നീരും ഉപ്പൂറ്റിയിൽ കാണാൻ പറ്റും. പിന്നീട് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അസഹ്യമായിട്ട് വേദന അനുഭവിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് യൂറിക് ആസിഡിൻ്റെ ലക്ഷണങ്ങളാണ് മേൽ പറഞ്ഞതെല്ലാം തന്നെ. അപ്പോൾ ഇതിനെ മാറ്റാൻ സഹായിക്കുന്ന ഈ യൂറിക് ആസിഡ് നന്നേ കുറയ്ക്കാൻ സഹായിക്കുന്ന 5 ഔഷധ പാനീയങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദേജി. ശരീരം പ്യൂരിനുകൾ എന്നുള്ള രാസവസ്തുക്കളെ വിഘടിപ്പിക്കുമ്പോൾ രൂപപ്പെടുന്ന ഒരു മാലിന്യ വസ്തുവാണ് യൂറിക് ആസിഡ്. സാധാരണഗതിയിൽ ഇത് രക്തത്തിൽ അലിഞ്ഞു ചേരുകയോ വൃക്ക ഇതിനെ അരിച്ചു മൂത്രത്തിലൂടെ പുറത്ത് കളയുകയോ ഒക്കെ തന്നെയാണ് ചെയ്യാറ്. എന്നാൽ ഈ പ്യൂരിനുകൾ അധികമുള്ള ഭക്ഷണപാനീയങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ ഒക്കെ തന്നെ ചിലപ്പോൾ യൂറിക് ആസിഡിൻ്റെ തോത് ശരീരത്തിൽ ഉയർന്നു വരാം. ഇവ സന്ധികളിൽ കെട്ടിക്കിടന്ന് ഗൗട്ട് എന്ന് പറയുന്ന സന്ധിവേദനയെ ഉണ്ടാക്കാം. വൃക്കകളിൽ കല്ലുകൾ രൂപപ്പെടുന്നതും യൂറിക് ആസിഡിന് കാരണമാവാറുണ്ട്. ഈ യൂറിക് ആസിഡ് നമ്മൾ നിസാരമാക്കി ഒട്ടും ശ്രദ്ധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീടത് ഹൃദയ ആരോഗ്യത്തിനും അതുപോലെ അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷറിനും ഒക്കെ തന്നെ കാരണമാകുന്നുണ്ട്. അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷനും മൂത്ര സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് സഹായിക്കുന്ന ഈ 5 പാനീയങ്ങൾ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ചായയും കോഫിയും ഒക്കെ തന്നെ രാവിലെ എണീറ്റാൽ കുടിക്കുന്നില്ലേ? അതിന് പകരമായിട്ട് ഇത്തരം ഹെർബൽ ടീസ് ഉപയോഗിക്കുന്നത് ശരീരത്തിൽ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ നടത്തുന്നുണ്ട്. അത്തരം എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ശരീരത്തിലുണ്ടെങ്കിലോ ശരീരത്തിൽ നീർക്കെട്ടും വേദനയും ഒക്കെ മാറ്റാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊന്ന് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള കാറ്റേച്ചിൻ ആൻറ്റി ഓക്സിഡൻറ്റ് യൂറിക് ആസിഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻസൈമിനെ മന്ദീഭവിപ്പിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വളരെയധികം സഹായകരമായിട്ടുള്ളതാണ്. നെക്സ്റ്റ് ആപ്പിൾ സിഡാർ വിനീഗർ ആണ്. ഇതിലടങ്ങിയിട്ടുള്ള മാലിക് ആസിഡ് എന്നുള്ളത് യൂറിക് ആസിഡിനെ പുറത്തേക്ക് തള്ളാൻ സഹായകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ആപ്പിൾ സിഡാർ വിനീഗർ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത് കുറച്ച് കലങ്ങിയ രീതിയിലുള്ള ആ ഒരു ആപ്പിളിൻ്റെ തൊലിയുടെ ഷെയ്ഡോട് കൂടിയിട്ടുള്ള ആ ഡ്രിങ്കാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കേണ്ടത്. കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, എങ്ങനെ ഉപയോഗിക്കണം, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു ആപ്പിൾ സിഡാർ വിനീഗർ 1 ടീസ്പൂണ് ഇളം ചൂടുള്ള വെള്ളമോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലേക്കോ അല്പം ഒഴിച്ചിട്ട് വെറും വയറിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് ആർക്കൊക്കെ കുടിക്കാൻ പാടില്ല എന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞത് ശ്രദ്ധിക്കണേ. ഇനി അതുപോലെ തന്നെ 3rd ഔഷധ പാനീയം എന്ന് പറയുന്നത് നമ്മുടെ ചിറ്റമൃതിൻ്റെ തണ്ട്. അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ അങ്ങാടി കടയിലോ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ചിറ്റമൃത്, ടീനോസ്പോറ കോഡിഫോളിയ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചിറ്റമൃതിൻ്റെ ഒരു 2-3 തണ്ട് മതി. അതൊരു കപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ട് അല്പം ഒന്ന് വറ്റി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് രാവിലെ വെറും വയറിൽ കുടിക്കാൻ ഉപയോഗിക്കാം. ശരീരത്തെ മൊത്തത്തിലൊന്ന് ഡീടോക്സ് ചെയ്യിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടത്താനും ഡയബറ്റീസ് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കാനും അങ്ങനെ ഒരുപാടേറെ ഗുണങ്ങളുണ്ട് കേട്ടോ. നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ നീരും വേദനയും ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ 4ാമത്തെ പാനീയം ഏതാണെന്ന് വെച്ചാൽ അജ്വൈൻ അല്ലെങ്കിൽ നമ്മുടെ കാരോം സീഡ്. നമുക്കറിയാം അയമോദകം എന്നുള്ളത്. ഈ അയമോദകം തന്നെ നമ്മുടെ മെറ്റബോളിക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടായാലും ശരീരത്തിലുള്ള നീർക്കെട്ടും വേദനയൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന വളരെ നല്ലൊരു ഔഷധ പാനീയമാണ്. ഇതും വളരെ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിലുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നമുക്ക് 1 ടീസ്പൂണ് 1 കപ്പ് വെള്ളത്തിലിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് അല്പം ഒന്ന് വറ്റിച്ച് അതിൻ്റെ കളറെല്ലാം ഇറങ്ങി അതൊരു യെല്ലോ കളറായി മാറിക്കഴിഞ്ഞാൽ അത് ഇളം ചൂടോടുകൂടി കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ശരീരത്തിൽ നീർക്കെട്ട് മാറ്റാൻ മാത്രമല്ല മറ്റുള്ള വേദനകളൊക്കെ കുറയ്ക്കാനും വളരെ നല്ലതാണ്.
ഇത് ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് അയമോദകം. അയമോദകത്തിനെ തന്നെ നമുക്ക് ആസ്മ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശ്വാസം മുട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കിഴി പിടിക്കുന്ന ഒരു രീതിയൊക്കെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന 5ാമത്തെ പാനീയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വെള്ളം തന്നെയാണ്. സാധാരണ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുന്നത് ആ ബോഡിയെ ഹൈഡ്രേറ്റ് ആക്കി നിർത്തുകയാണ് വേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആവശ്യമാനത്തിനുള്ള വെള്ളം ഉള്ളിലെത്തണം എന്നുള്ളതാണ്. അതിന് ഒരു 25 കിലോ ഉള്ള ഒരു ആൾക്ക് 1 ലിറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. ഇത്തരം ഇമ്പ്യൂരിറ്റീസിനെ എല്ലാം പുറന്തള്ളാനും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. എന്നാൽ ഇത് മാത്രമാണോ? ഇത് നമ്മൾ പലരും ചിന്തിച്ച് വെച്ചിരിക്കുന്ന മാംസാഹാരങ്ങൾ മാത്രമാണ് യൂറിക് ആസിഡ് കൂട്ടുന്നത് എന്നാണോ? എന്നല്ല, ചില പച്ചക്കറികളും ഒക്കെ ഉണ്ട്, അത് വഴിയെ പറയാം. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂട്ടാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന് മദ്യപാനമാണ്. മദ്യപാനം എന്നുള്ളത് നമ്മുടെ ശരീരത്തെ ഡീഹൈഡ്രേറ്റ് ആക്കാൻ സഹായിക്കുന്നതിനാൽ തന്നെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു വരുന്നത് കൊണ്ട് ഇൻഫ്ലമേഷൻ കൂടുകയും വേദന കൂടുകയും ഒക്കെ തന്നെ ചെയ്യും. അതുകൊണ്ട് മദ്യപാനം പാടെ ഒഴിവാക്കുക. പിന്നീട് നമുക്ക് നമ്മുടെ മെറ്റബോളിസത്തിനെ പ്രശ്നത്തിലാക്കുന്ന രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങളെല്ലാം തന്നെ അതിൽ സാധാരണ പറയുന്നത് പോലെ കൂടുതൽ മധുരമുള്ള പാനീയങ്ങളും കാര്യങ്ങളും ബേക്കറി ഐറ്റംസും ഇതെല്ലാം നമുക്ക് വളരെ വിരുദ്ധമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ചില പച്ചക്കറികളും കൂടെ ഇതിൽ പറയുന്നുണ്ട്. വഴുതന, കോളിഫ്ലവർ, ക്യാബേജ്, ആസ്പെറാഗസ്, സ്പിനാച്ച്, മഷ്റൂം പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് യൂറിക് ആസിഡ് കൂട്ടാൻ സഹായിക്കുന്നത്. ഇതിലെല്ലാം പ്യൂരിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഓർഗൻ മീറ്റുകളിൽ ലിവറൊക്കെ കഴിക്കുന്നവർ, ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഈ ഒരു യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി താറാവിറച്ചി ആയാലോ, ബീഫ്, പോർക്ക്, അതുപോലെ മട്ടൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാംസാഹാരത്തിൽ അത് നമുക്ക് വളരെയധികം പ്യൂരിൻ അടങ്ങിയിട്ടുള്ളതാണ്. അത് തീർത്തും കുറയ്ക്കുന്നത് ഇത്തരം യൂറിക് ആസിഡ് കൂടുതലുള്ളവർക്ക് നല്ലതാണ്. അതുപോലെ ചില ഷെൽ ഫിഷുകൾ ഉണ്ടല്ലോ, ചെമ്മീന്, ലോബ്സ്റ്റർ തുടങ്ങിയിട്ടുള്ളത്, ക്രാബ്, ഞണ്ട്, ഇതൊക്കെ യൂറിക് ആസിഡ് കൂട്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ആസ്പിരിൻ, ഡയൂററ്റിക് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവർക്കും ഇതുപോലെ ശരീരത്തിൽ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനും ഇത് തന്നെ പിന്നീട് നമുക്ക് വൃക്കയിൽ കല്ല് വരുന്ന, കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറാറുണ്ട്. അപ്പോൾ ഇത്തരം കൂടുതൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് കുറവുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ കഴിക്കാം എന്നുള്ളതല്ലേ. അതിൽ ഏറ്റവും നല്ലത് ഫൈബർ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ട് പേരയ്ക്ക, പപ്പായ, ഓറഞ്ച്, നാരങ്ങ, ക്യാരറ്റ്, കുക്കുംബർ, ബീട്രൂട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളവും, നേരത്തെ പറഞ്ഞ ചിറ്റമൃതം ഇട്ട് തിളപ്പിച്ചതും, ചെമ്പരത്തിയുടെ പൂവിട്ട് തിളപ്പിച്ചത്, നെല്ലിക്ക ഉപയോഗിക്കുന്നത്, ഇതെല്ലാം തന്നെ നല്ലതാണ്. പിന്നെ നമുക്ക് അത്ര തന്നെ പരിചയമില്ലാത്ത ഒന്നാണ് സെലറി എന്നുള്ളത്. ഈ സെലറി നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ടും വേദനയും അതുപോലെ ഇത്തരം ഇൻഫ്ലമേഷൻ ഒക്കെ മാറ്റുന്നതിന് കൂടെ മുഖക്കുരു പ്രശ്നങ്ങളുള്ളവർക്ക് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ജ്യൂസ്. മൊത്തത്തിൽ നമ്മുടെ ബോഡിയെ ഡീടോക്സ് ചെയ്യാൻ, പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. ഇതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി വൈറൽ, ആൻറ്റി ബാക്ടീരിയൽ, ഇത്തരം ആക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനൊക്കെ ഗുണകരമായിട്ടുള്ളതാണ്. ഇത് ഒരു ജ്യൂസ് രീതിയിൽ ഉള്ളിലേക്ക് എടുക്കുന്നവരുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആ റോ രീതിയിൽ എടുക്കുമ്പോഴാണ് പെട്ടെന്നുള്ള ആക്ഷൻ കിട്ടുന്നത്. സന്ധിവാതം, വൃക്ക സംബന്ധമായിട്ടുണ്ടാവുന്ന ശരീരത്തിലെ നീര്, ഇതൊക്കെ കുറയ്ക്കാൻ സെലറി സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചില നട്ട്സുകളാണ്. നട്ട്സുകൾ എല്ലാം തന്നെയല്ല, ചില പ്യൂരിൻ കുറവുള്ളതായിട്ടുണ്ട്. അതായത് വാൾനട്ട്, പീനട്ട്, ബദാം ഒക്കെ കഴിക്കാം. ഫൈബറും പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പിസ്ത കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കാഷ്യൂനട്ടിലും ചെറിയ രീതിയിൽ പ്യൂരിൻ അടങ്ങിയിട്ടുള്ളൂ. അപ്പം ഇത്തരം ആഹാരങ്ങളൊക്കെ തന്നെ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുണ്ട്. അപ്പം നമുക്ക് ശരീരത്തിൽ കൂടുതൽ പ്യൂരിന് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ നിങ്ങൾ തീർത്തും ഒഴിവാക്കണം. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ
തുടക്കത്തിലുള്ള ഒരു ചെറിയ വേദന മാറിക്കഴിഞ്ഞാൽ ഓരോ സന്ധികളിലായിട്ട് ഇത്തരം നീർക്കെട്ടും വേദനയും വന്നിട്ട് പിന്നീട് അത് ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കേസിലേക്കൊക്കെ പോയാൽ കൈകാലുകൾ ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുന്ന സമയത്ത് അസഹ്യമായിട്ടുള്ള വേദന, ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ട്, അത്തരം വിരലുകളൊക്കെ തന്നെ വളഞ്ഞു വരുന്നത്, ഇതൊക്കെ തന്നെ നമുക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. സർക്കുലേഷൻ കൂട്ടുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്യണം കേട്ടോ. 1-2 ദിവസം ചെയ്യേണ്ടതല്ല, ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമാണ്. അതിലൊന്ന് വ്യായാമം തന്നെയാണ്. ശരിയായിട്ടുള്ള വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയെ നാച്ചുറലി ഒരു ഡീടോക്സ് മെത്തേഡ് അവിടെ നടക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ തന്നെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്ക് ത്രികോണാസന പോലുള്ള കാര്യങ്ങളും സർവാംഗാസന, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ചുമരിലേക്ക് കാലുകൾ മാത്രം ഇങ്ങനെ പൊക്കി നിർത്തിയിട്ട് വെക്കുന്നൊരു രീതിയൊക്കെ ഉണ്ട്, എക്സസൈസ്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് സർക്കുലേഷൻ കൂടുതൽ കൂട്ടുന്നത് കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡ് അമിതമായിട്ട് അടിഞ്ഞു കൂടുന്നതൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.